Hello students, welcome back to the channel EduScore. So ഇന്ന് നമ്മൾ NCERTന്റെ 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. The name of the chapter is What, Where, How and When. ഇതിന് മുമ്പ് ഞാൻ 6th സ്റ്റാൻഡേർഡ് പോർഷനിൽ സയൻസിന്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. So you can click on the link in the description box and then check out that video. സോ അതിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിരിക്കും കാണുന്നത്. യു വിൽ ബി ഏബിൾ ടു സീ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസ് ഓഫ് 6th സ്റ്റാൻഡേർഡ് and you can choose what you want to see and study. So let's start with this chapter. Rashida's question. Rashida sat reading the newspaper. Suddenly, her eyes fell on a small headline. 100 years ago. How, she wondered, could anyone know what had happened so many years ago? So റഷീദ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു വുഡ് ഹാവ് ഒബ്സർവ് ദാറ്റ് എഡിറ്റോറിയൽ പേജിൽ ഇന്നലെ സംഭവിച്ച ഒരു ഇവൻറ്റും അതേ ദിവസം 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് സംഭവിച്ച ഇവൻറ്റും അവിടെ അവർ എഴുതിയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് എ നൈസ് കോൺട്രാസ്റ്റ്. നിങ്ങൾക്ക് അന്ന് 100 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിച്ചത് എന്നും ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ആ പോർഷൻ നിങ്ങൾ അഥവാ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് യുവർ ന്യൂസ് പേപ്പേഴ്സ്. അതിൻ്റെ എഡിറ്റോറിയൽ പേജസിലായിരിക്കും യൂഷ്വലി ഇത് കാണാൻ പറ്റുക. അപ്പം റഷീദ ഈ 100 ഇയേഴ്സ് അഗോനെ പറ്റിയുള്ള കാര്യം കണ്ടിട്ട് അവൾ ആലോചിച്ച് 100 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എങ്ങനെയാണ് നമുക്കിത് അറിയുന്നത്? ഹൗ ഡു വി നോ വാട്ട് ഹാപ്പൻഡ് ഒരു 100 കൊല്ലം മുമ്പ് 200 കൊല്ലം മുമ്പൊക്കെ സംഭവിച്ചത്? സോ ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ആ സമയത്തുള്ള ഹിസ്റ്റോറിയൻസ് അല്ലെ ആ സമയത്തുള്ള ന്യൂസ് പേപ്പേഴ്സ് ഇതിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾറെഡി പ്രിന്റഡ് ഓർ റിട്ടൺ ഡൗൺ. എവിടെ ആരോ എഴുതി വെച്ചിരുന്നു. ദാറ്റ്സ് വൈ വി ഗോട്ട് ടു നോ അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് 100 years ago. ഫൈൻഡിങ് ഔട്ട് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഇന്നലെ സംഭവിച്ച എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് റേഡിയോ കാണാം, ടി വിൻ്റെ ന്യൂസ് കാണാം, ന്യൂസ് പേപ്പർ വായിക്കാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇന്നലെ എന്തൊക്കെ സംഭവിച്ചോ അതറിയാൻ പറ്റും. ലാസ്റ്റ് ഇയർ എന്ത് സംഭവിച്ചു ഈ സമയത്ത് എന്ന് നമുക്കറിയണമെങ്കിൽ വി ക്യാൻ ആസ്ക് സംബഡി. ആരോടെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത്? ബട്ട് വാട്ട് അബൌട്ട് ലോങ് അഗോ? കുറേ കൊല്ലങ്ങൾ, ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പ് നടന്ന സംഭവങ്ങൾ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ലെറ്റ് us see how it can be done. സോ അതാണ് നമ്മൾ അറിയാൻ പോകുന്നത് in this chapter. Okay? What can we know about the past? There are several things we can find out. What people ate, the kinds of clothes they wore, the houses in which they lived. നമുക്ക് പാസ്റ്റിൽ എന്തൊക്കെയാണ് നടന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് പീപ്പിൾ ഏറ്റ്, എന്തൊക്കെയാണ് കഴിച്ചത്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആയിരുന്നു അവരിടാറ്, അവരുടെ വീട് എങ്ങനെയായിരുന്നു ബിൽഡ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. We can find out about the lives of hunters, herders, farmers, rulers, merchants, priests, craftspersons, artists, musicians and scientists. ഈ പറഞ്ഞ ആൾക്കാരെ ലൈവ്സ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഹണ്ടേഴ്സ് പറഞ്ഞാൽ ഈ അനിമൽസിനെയൊക്കെ കൊല്ലുന്ന ആൾക്കാർ ഫോർ എ ലിവിങ്. ഹേർഡേഴ്സ് പറഞ്ഞാൽ മേയ്ക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ ഈ ഷീപ്പ്, ഗോട്ട്, കൗ അങ്ങനത്തെ ആനിമൽസ് ഒക്കെ അല്ലേ, അവരെ ഇങ്ങനെ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കും. പാസ്റ്ററൽസ് എന്നും പറയും. ഓക്കെ, അവർക്ക് വേണ്ടി ഭക്ഷണം കിട്ടേണ്ടിയിട്ട് ദേ കീപ്പ് ഓൺ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഫാമേഴ്സ് പറഞ്ഞാൽ നമ്മളെ കൃഷിക്കാർ. റൂളേഴ്സ് പറഞ്ഞാൽ രാജ്യം ഭരിച്ച ആൾക്കാർ. മെർച്ചൻസ് പറഞ്ഞാൽ ബിസിനസ്മെൻ, അവർ ട്രേഡ് നടത്തുമായിരുന്നു. അവർ ഒരു സ്ഥലത്തു നിന്ന് സാധനം വാങ്ങി മറ്റേ സ്ഥലത്തിൽ വിൽക്കുമായിരുന്നു. പ്രീസ്റ്റ്സ്, പൂജാരികൾ. ക്രാഫ്റ്റ്സ് പേഴ്സൺസ് പറഞ്ഞാൽ നമ്മൾ ഈ കൊത്തുപണി ചെയ്യുന്ന ആൾക്കാർ, പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ, തുണി ഉണ്ടാക്കുന്ന ആൾക്കാർ, ഈ ക്രാഫ്റ്റി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ക്രാഫ്റ്റ്സ് പേഴ്സൺസ്. ആർട്ടിസ്റ്റ് പറഞ്ഞാലും ഇതേപോലെ തന്നെ ദേ ആർ മോർ ഇൻ ടു പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. മ്യൂസീഷ്യൻസ്, പാട്ട് പാടുന്ന ആൾക്കാർ. സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ഡിസ്കവറീസ്, ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, സയൻറ്റിസ്റ്റ്. We can also find out about the games children played, the stories they heard, the plays they saw, the songs they sang. So നമുക്ക് ഈ
പ്രോപ്പർ ആയിട്ടുള്ള ജോബിനെ പറ്റി അല്ലാണ്ട് നമുക്ക് സാധാരണ കാര്യങ്ങളും അറിയാൻ പറ്റും. എന്തൊക്കെ കളികളാണ് കുട്ടികൾ കളിച്ചിരുന്നത്, എന്തൊക്കെ കഥയായിരുന്നു ആ സമയത്ത് ഫേമസ്. ആ സമയത്ത് സിനിമയൊന്നും ഇല്ലായിരുന്നു പണ്ട് കാലത്ത്. സോ പ്ലേസ് പറഞ്ഞാൽ നമ്മളെ നാടകങ്ങൾ, എന്തൊക്കെ നാടകങ്ങളായിരുന്നു അന്നേരം, എന്തൊക്കെ പാട്ടായിരുന്നു അവർ പാടിയത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. Where did people live? Find the river Narmada on map 1. സോ ഈ മാപ്പിൽ നമുക്ക് റിവർ നർമ്മദ എവിടെയാണെന്ന് നോക്കാം. സോ ഇഫ് യു കെൻ സീ, അറേബ്യൻ സീയിലേക്കാണ് നർമ്മദ വന്ന് ചേരുന്നത്. ഇവിടെ ഗുജറാത്തും മഹാരാഷ്ട്രയുടെ ഇടയിലുള്ള ഈ ഭാഗമില്ലേ, നർമ്മദ റിവർ യു ക്യാൻ സീ ഹിയർ നിയർ ദ വിന്ധ്യാസ്. നർമ്മദ മധ്യപ്രദേശിലാണ് ഒറിജിനേറ്റ് ആവുന്നത്. സോ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ആൾക്കാർ ഈ നർമ്മദ റിവറിന്റെ ബാങ്കിൽ താമസിക്കുന്നുണ്ട്. അതെന്താ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വൈ ഡു പീപ്പിൾ സെറ്റിൽ നിയർ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ? റിവറിന്റെ അരികിൽ മാത്രം എന്താണോ നമുക്ക് അധികം സിവിലൈസേഷൻസ് കാണാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഹ്യൂമൻസിന് വെള്ളം വേണം അല്ലേ? മെയിൻ ഒരു കാര്യം, നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും വെള്ളം വേണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭക്ഷണം വേണം. ഭക്ഷണം വേണമെങ്കിൽ അതിനെ നമുക്ക് ഗ്രോ ചെയ്യേണ്ടി വരും. ആൻഡ് ഗ്രോ ചെയ്യണമെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യണം. അഗ്രികൾച്ചർ ചെയ്യണമെങ്കിലും നമുക്ക് വെള്ളം വേണം. സോ വെള്ളം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. സോ ദാറ്റ്സ് വൈ നമ്മൾ ബാങ്ക്സ് ഓഫ് ദ റിവർ പറഞ്ഞ നദി അരികത്ത് ആണു അധികം നമുക്ക് സിവിലൈസേഷൻസും സെറ്റിൽമെന്റ്സും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഈ ഗ്യാദറേഴ്സ് പറഞ്ഞാൽ എന്താ, ഭക്ഷണം അവര് ഗ്രോ ചെയ്യാണ്ട് അവര് അവിടെ എന്തൊക്കെയാണോ ഗ്രോ ആവുന്നത് അതിനെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാന്നു. സ്വന്തം അവർ ഗ്രോ ചെയ്യുന്നില്ല. അവരെന്താ ചെയ്യുന്ന വെച്ചാൽ, ഒരു ഫ്രൂട്ടിന്റെ മരം ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവർ അതിനെ പ്ലക്ക് ചെയ്തെടുക്കും. പിന്നെ വേറെ ഒരു എന്തെങ്കിലും മരം ഉണ്ടെങ്കിൽ അതിനെ പ്ലക്ക് ചെയ്തെടുക്കും. വേറെ ഏത് അനിമലിനെ അവിടെ കണ്ടാൽ അതിനെ ഹണ്ട് ചെയ്തെടുക്കും. സോ അവരായിട്ടൊന്നും ഗ്രോ ചെയ്യില്ല. അവർക്ക് കാണുന്ന സംഭവങ്ങളൊക്കെ അവർ ഗ്യാദർ ചെയ്യും, അവർ കളക്ട് ചെയ്യും. ആൻഡ് സ്കിൽഡ് ഗ്യാദറേഴ്സ് പറഞ്ഞാൽ അവർക്ക് അറിയായിരുന്നു ഏത് ചെടിയാന്നു പോയ്സണസ്, ഏത് ഫ്രൂട്ടാന്നു പോയ്സണസ്, ഏത് അനിമലാന്നു ഡേഞ്ചറസ്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരുന്നു. സോ ദാറ്റ് ഈസ് പീപ്പിൾ ഹു ഗ്യാതേർഡ് ദെയർ ഫുഡ്. ഓക്കെ, അവരെ ഫുഡ് കളക്ട് ചെയ്യായിരുന്നു ചെയ്യുക, അവർ ഗ്രോ ചെയ്യില്ലായിരുന്നു. They knew about the vast wealth of plants in the surrounding forests and collected roots, fruits, and other forest produce for their food. They also hunted animals. Okay? Now find the Suleiman and Kirtar hills to the northwest. സോ നിങ്ങൾക്ക് സുലൈമാൻ കീർത്തർ ഹിൽസ് ഇവിടെ പാകിസ്ഥാൻ റീജിയനിലാണ് കാണാൻ സാധിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കശ്മീരിൻ്റെ തൊട്ട് സൈഡിൽ ഇവിടെ കാണാൻ പറ്റും സുലൈമാൻ ആൻഡ് കീർത്തർ ഹിൽ റേഞ്ചസ്. ഇത് all these places in the map, please remember, because exam point of view എക്സാമിൽ മാപ്പ് തരും. എന്നിട്ട് അവർ ഈ സ്ഥലങ്ങളിൽ ഏത് സ്ഥലവും they can ask any 4 places or 5 places they can ask and they'll ask you to mark it on the map. സോ അതുകൊണ്ടാണ് ഇതിൽ പറയുന്ന സ്ഥലങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയണം. ആൻഡ് ഓൾസോ ഈ മാപ്പിൽ തന്ന എല്ലാ സ്ഥലങ്ങളും you should be knowing. Some of the areas where women and men first began to grow crops such as wheat and barley about 8,000 years ago are located here. So 8000 കൊല്ലം മുമ്പേ ആണു ആൾക്കാർ വീറ്റും ബാർലി വീറ്റ് ഇത് രണ്ടും ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഗ്രെയിൻസ് ആണു. സോ ഈ രണ്ട് ക്രോപ്സിന് അവർ ഈ സ്ഥലത്ത് 8000 കൊല്ലം മുമ്പ് ഗ്രോ ചെയ്തിരുന്നു. സോ സുലൈമാൻ ആൻഡ് കീർത്തർ ഹിൽസ് ഇസ് ദ പ്ലേസ് വെയർ people grew wheat and barley about 8,000 years ago. People also began rearing animals like sheep, goat, cattle and lived in villages. So ഈ സമയത്ത് ആൾക്കാർ അവരെ പെറ്റ്സിനെ വെക്കാൻ തുടങ്ങി. പെറ്റ്സ് പറഞ്ഞാൽ ഒരു നമ്മളിപ്പം കാണുന്ന മാതിരി ഒരു നായ്ക്കുട്ടി അങ്ങനെയല്ല, അവർ ഈ ഷീപ്പ്, ഗോട്ട്, കൗ അതിനൊക്കെ വെക്കാൻ തുടങ്ങി. ബട്ട് വൈ ഡിഡ് ദേ കീപ് ദാറ്റ്? അത് ക്യൂട്ടാണോ അങ്ങനെ തോന്നിയിട്ടല്ല, ബട്ട് ബിക്കോസ് ഇറ്റ് ഗിവ്സ് milk, sheep gives wool, and then in the end they also could get meat from those animals. അതിന് വേണ്ടിയിട്ടാണ് അവർ അതിനെ ഗ്രോ ചെയ്തത്. സോ അതിനെ ഗ്രോ ചെയ്യണമെങ്കിൽ they used to take it to places where there is greenery. ഗ്രാസ് ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോയിട്ട് അവർ അതിനെ ഫീഡ് ചെയ്ത് വരികയായിരുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹേർഡിങ്.
ആൻഡ് ഇവർ ഈ സമയത്ത് വില്ലേജസിൽ ആയിരുന്നു താമസിക്കുന്നത്. അവർ ഫോറസ്റ്റിലല്ലായിരുന്നു. അവർ ഫോറസ്റ്റിനെ ക്ലിയർ ചെയ്തിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും പെർമനൻ്റ് ആയിട്ട് അവരുടെ വീട്ടിലായിരുന്നു താമസിക്കാറ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം seeing that they used to live in villages. Locate the Garo Hills to the northeast and Vindhyas in central India. So Garo Hills നിങ്ങൾക്ക് ഈ മണിപ്പൂർ നാഗാലാൻഡ് ഏരിയയിൽ കാണാൻ പറ്റും. ഗാരോ ഹിൽസ് ആൻഡ് വിന്ധ്യാസ് ഇവിടെ നർമ്മദ റിവർ ഒറിജിനേറ്റ് ആവുന്ന ഹിൽ റേഞ്ചസ് ആണ്. വിന്ധ്യാസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്. നമുക്ക് ഈ മാപ്പ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. കാബൂൾ റിവർ ഉണ്ട് ഇവിടെ. പിന്നെ 5 റിവേഴ്സ് ഇല്ലേ, ഇൻഡസ് റിവറിൻ്റെ 5 ട്രിബ്യൂട്ടറീസ്, ദാറ്റ് ഈസ് ജേലം, ചെനാബ്, രാവി, ബിയാസ് ആൻഡ് സത്ലജ്. ഈ 5 റിവേഴ്സ് ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. സോ അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് നേപ്പാൾ റീജിയനിൽ യു ക്യാൻ സീ ഹിമാലയാസ്. ആൻഡ് ദെൻ ഒറിജിനേറ്റിംഗ് ഫ്രം അരുണാചൽ പ്രദേശ് വി ക്യാൻ സീ ദ ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര റിവർ ആക്ച്വലി ചൈനയിലായിരുന്നു സ്റ്റാർട്ട് ആവുന്നത്, ബട്ട് ഇന്ത്യയിൽ അത് സ്റ്റാർട്ട് ആവുന്നത് അരുണാചൽ പ്രദേശിൽ നിന്നാണ്. ആൻഡ് ദെൻ ഇവിടെ നിങ്ങൾക്ക് ഗംഗ റിവർ കാണാൻ പറ്റും. ഹിമാലയാസിൽ നിന്ന് സ്റ്റാർട്ടായി ഗംഗ റിവർ എങ്ങോട്ടാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടു ബാംഗ്ലാദേശ്. ബാംഗ്ലാദേശിൽ നിന്നാണ് അത് ബേ ഓഫ് ബംഗാളിലെ സീയിലേക്ക് പോകുന്നത്. ദെൻ യു ക്യാൻ സീ ദി മഹാനദി. മഹാനദി ഒറീസേൻ്റെ ഒരു വലിയ നദിയാണ്. സോ ദാറ്റ് ഓൾസോ ഗോസ് ടു ബേ ഓഫ് ബംഗാൾ. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ ഡെക്കൻ പ്ലാറ്റു നിങ്ങൾക്ക് കാണാം. ഡെക്കൻ പ്ലാറ്റുവിൻ്റെ അവിടെ തന്നെയാണ് ഗോദാവരി റിവർ. ഗോദാവരി റിവർ മഹാരാഷ്ട്രയിൽ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇറ്റ് ഗോസ് ടു ആന്ധ്രാപ്രദേശ് ആൻഡ് ഗോസ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. പിന്നെ കൃഷ്ണ റിവർ ഉണ്ട്, തുംഗഭദ്ര റിവർ ഉണ്ട്. ഇവർ രണ്ടും കൂടി ജോയിൻ ആയിട്ട്, തുംഗഭദ്ര റിവർ ജോയിൻ ആയിട്ട് കൃഷ്ണ റിവറിൻ്റെ വലിയ റിവറായിട്ട് അത് ഇറ്റ് ഗോസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. പിന്നെ കാവേരി റിവർ ഉണ്ട്. നമ്മൾ കേരളത്തിലും ഉണ്ട് കാവേരി റിവർ. ആൻഡ് കർണാടക, കേരള, തമിഴ്നാടു ഈ 3 എണ്ണത്തിനെ ടച്ച് ചെയ്യുന്നതാണ് കാവേരി റിവർ. There were some of the other areas where agriculture developed. The places where rice was first grown are to the north of Vindhyas. So ഈ പാകിസ്ഥാൻ റീജിയനിലല്ലാണ്ട് there were other places also where agriculture നടക്കുന്നുണ്ടായിരുന്നു. സോ ദിസ് പ്ലേസ് വിന്ധ്യാസിൻ്റെ കുറച്ച് നോർത്ത് ആയിട്ടുള്ള പ്ലേസിലാണ് ഫസ്റ്റ് ടൈം റൈസ് ഗ്രോ ആയത്. സോ വിന്ധ്യാസ് എവിടെയാണോ? മധ്യപ്രദേശ്. സോ മധ്യപ്രദേശ് റീജിയനിലായിരുന്നു ഫസ്റ്റ് ടൈം റൈസ് ഗ്രോ ആയത്. ട്രേസ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അത് നമ്മളിപ്പം ജസ്റ്റ് ചെയ്തിരുന്നു. ഇൻഡസ് ഹാസ് 5 ട്രിബ്യൂട്ടറീസ്. ഓക്കെ, യു നീഡ് ടു റിമെമ്പർ ദ നെയിംസ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നും മാർക്ക് ചെയ്യൂ കേട്ടോ. The 5 tributaries are Jhelum, Chenab, Ravi, Beas and Satluj. Tributaries പറഞ്ഞാൽ എന്താ? നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. That tributaries are smaller rivers that flow into larger river. അവർ ഒരു റിവർ ആയിരുന്നു, അത് പക്ഷേ ജോയിൻ ആവും. ഇൻ ദി എൻഡ് അത് വേറൊരു റിവറിനെ ജോയിൻ ആവും, എന്നിട്ട് അതൊരു വലിയ റിവറായി മാറും. സോ ഈ 5 റിവർ ഒരുമിച്ച് വന്നിട്ട് ആണ് ഇൻഡസ് റിവറായി മാറുന്നത്. About 4,700 years ago, some of the earliest cities flourished on the banks of these rivers. So 4700 കൊല്ലങ്ങൾ മുമ്പ് ഇൻഡസ് റിവറിൻ്റെ സറൗണ്ടിങ്ങിലായിരുന്നു വലിയ വലിയ സിറ്റീസ് ഫോം ആയിരുന്നു. സോ യു നോ ദാറ്റ് റൈറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ദാറ്റ് വാസ് എ വെരി ബിഗ് സിവിലൈസേഷൻ. അത് ഇൻഡസ് വാലിൻ്റെ ചുറ്റുമാണ് ഉണ്ടായത്. So we know the reason. River in the surrounding എന്തിനാന്നു? Why do the civilizations grow around river? We know the reason for that. It is because നമുക്ക് വെള്ളം വളരെ ആവശ്യമാണ്. Later, about 2,500 years ago, cities developed on the banks of Ganga and its tributaries along the sea coast. 2500 കൊല്ലം മുമ്പ് ഈ ഗംഗേൻ്റെ ട്രിബ്യൂട്ടറീസും ഗംഗ റിവറിൻ്റെയും സറൗണ്ടിങ്ങിലും കുറേ സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സിറ്റീസ്, മെയിൻലി സിറ്റീസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾസോ സീ കോസ്റ്റ് പറഞ്ഞാൽ കടലുള്ള സ്ഥലങ്ങൾ. ഫോർ എക്സാമ്പിൾ ബോംബെ, സൂറത്ത്, കൊൽക്കത്ത, ചെന്നൈ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഇറ്റ് വാസ് എ ബിഗ്
city, Kochi also. Locate the Ganga and its tributary called the Son. So ഗംഗേൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് സോൺ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിന്ധ്യാസിൻ്റെ അടുത്ത് തന്നെയാണ് സോൺ റിവർ. അത് ഗംഗേനെ ജോയിൻ ചെയ്യുന്നുണ്ട്. യമുന, ചമ്പാൽ ഇതും ഗംഗേനെ അൾട്ടിമേറ്റ്ലി ജോയിൻ ചെയ്യുന്നതാണ്. Facing page, this is a map of South Asia including the present countries of India, Pakistan, Bangladesh, Nepal, Bhutan and Sri Lanka, and the neighboring countries Afghanistan, Iran, China and Myanmar. South Asia is often called a subcontinent because although it is smaller than a continent, it is very large and is separated from the rest of Asia by seas, hills and mountains. So, നമ്മൾ ഈ മെയിൻ കൺട്രീസിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, പിന്നെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന, മ്യാൻമാർ, ഇത് മൊത്തം ഒരു സബ് കോണ്ടിനെന്റ് എന്നാണ് പറയുക. സബ് കോണ്ടിനെന്റ് പറഞ്ഞാൽ കോണ്ടിനെന്റിന്റെ ഒരു ചെറിയ ഭാഗം. സോ ഇത് ഫുള്ളായിട്ട് ലാൻഡ് മാസ് ആണ്, ഫുൾ ലാൻഡ് ആണ്. ഈ ഹിൽസ് ആൻഡ് മൗണ്ടൻസും സീസും ഇറ്റ് ഇസ് സെപ്പറേറ്റിംഗ് ദീസ് കൺട്രീസ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ഏഷ്യ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. In ancient times, the area along these rivers to the south of Ganga was known as Magadha, now lying in the state of Bihar. ഈ സോൺ റിവറിൻ്റെ, ഗംഗ റിവറിൻ്റെ സറൗണ്ടിങ്ങിലുള്ള റീജിയനെ പണ്ട് മഗധ എന്നായിരുന്നു പേര്. ഇപ്പം പക്ഷേ അതിൻ്റെ പേര് ബിഹാർ എന്നാണ്. ഓക്കെ, ഇറ്റ്സ് റൂളേഴ്സ് were very powerful and set up a large kingdom. Kingdoms were set up in other parts of the country as well. ഇവിടുത്തെ റൂളേഴ്സ് വളരെ പവർഫുൾ ആയിരുന്നു. അവരുടെ അടുത്ത് ഗംഗ റിവർ ഉണ്ടായിരുന്നു. റിവറിനെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാം. ഷിപ്പൊക്കെ അതിൽ നിന്നും നിങ്ങൾക്ക് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദ റിവർ, അല്ലേ? സോ അറ്റ് ദാറ്റ് ടൈം ട്രേഡ് വളരെ ഫ്ലറിഷ് ആവും, ട്രേഡ് വളരെ നന്നായിട്ട് നടക്കും, അതുകൊണ്ട് പൈസ കുറേ കിട്ടും. സോ ദാറ്റ്സ് വൈ ദീസ് റൂളേഴ്സ് were very powerful. Throughout, people traveled from one part of the subcontinent to other. The hills and the high mountains, including the Himalayas, deserts, rivers, and seas, made journeys dangerous at times, but never impossible. So, ആൾക്കാർ ഈ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഫുൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവിടെ ആൾക്കാർ ഈ മൗണ്ടൻസും ഡെസേർട്ട്സും റിവേഴ്സും ഒക്കെ ഉണ്ടായിട്ടും കൂടിയിട്ട് ആൾക്കാർ ട്രാവൽ ചെയ്യായിരുന്നു. അത് ഡേഞ്ചർ ആയിരുന്നു, എന്നിട്ടും അവർ ട്രാവൽ ചെയ്യായിരുന്നു. സോ men and women moved in search of livelihood, as also to escape from natural disasters like floods or droughts. ആൾക്കാർ എന്തിനൊക്കെയാണ് മൂവ് ചെയ്തത് എന്നാണ് ഇപ്പം പറയുന്നത്. ഏത് നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ് വന്നു, ഡ്രോട്ട് വന്നു, ഒരു ഏരിയയിൽ ഫ്ലഡോ ഡ്രോട്ടോ വന്നു വെച്ചാൽ, ഫ്ലഡ് പറഞ്ഞാൽ എന്താ? വെള്ളപ്പൊക്കം. ഡ്രോട്ട് പറഞ്ഞാൽ തീരെ വെള്ളം ഇല്ലാണ്ട് വളർച്ചയാവില്ലേ, അതിനെയാണ് ഡ്രോട്ട്സ് എന്ന് പറയാം. സോ അധികം വെള്ളമായാലും പ്രശ്നമാണ്, വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമാണ്. ആൾക്കാർക്ക് ഫുഡൊന്നും ഗ്രോ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റില്ല. സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു. പിന്നെ അതുമല്ല, അവർ ജോലിക്ക് വേണ്ടി പോവായിരുന്നു. സംടൈംസ് മെൻ മാർച്ച്ഡ് ഇൻ ആർമീസ് കോൺകറിങ് അതേഴ്സ് ലാൻഡ്സ്. ചിലപ്പം വാറും നടക്കായിരുന്നു. അവർ വേറൊരു ലാൻഡിലേക്ക് പോയിട്ട് ആ ലാൻഡ് അവർ ഫൈറ്റ് ചെയ്തിട്ട് എടുത്ത് അവർ കൺട്രിയിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു. Merchants traveled with caravans or ships carrying valuable goods from place to place, and religious teachers walked from village to village, town to town, stopping to offer instruction and advice on the way. So, merchants അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു. ആൻഡ് ഓൾസോ റിലീജിയസ് ടീച്ചേഴ്സ് പറഞ്ഞാൽ സ്വാമികൾ. അവർ ഒരു വില്ലേജിൽ നിന്ന് മറ്റേ വില്ലേജിലേക്ക്, അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അവരെ ഐഡിയാസ്, അവരെ തോട്ട്സ് അതിനെയും കൊണ്ട് എല്ലായിടത്തും പോയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യായിരുന്നു. ഫൈനലി, some people perhaps traveled by a spirit of adventure, wanting to discover new and exciting places. ഇതിൽ ചില ആൾക്കാരുണ്ടായിരുന്നു who were just traveling for the sake of adventure. വെറുതെ വേറെ സ്ഥലങ്ങൾ കാണാനും അതിനെ അനുഭവിക്കാനുമായിട്ട് മാത്രം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. All these led to the sharing of ideas between people. ഈ ട്രാവലിംഗ് എല്ലാം കാരണം ഒരു സ്ഥലത്തെ ഐഡിയ മറ്റേ സ്ഥലത്ത് എത്താൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓരോരോ ടൈപ്പ് ഓഫ് ഐഡിയാസ് കിട്ടി ജീവിക്കാൻ തുടങ്ങി. വൈ ഡു പീപ്പിൾ ട്രാവൽ നവഡേയ്സ്? ഇപ്പം നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ എന്തിനൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്?
ഓൾമോസ്റ്റ് സെയിം റീസൺസ് തന്നെയാണ്. നമ്മളും ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട്. നമ്മൾ ആൾക്കാരും ട്രേഡ് ചെയ്യേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലം ബിസിനസ് ചെയ്യേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ വെറുതെ സ്ഥലങ്ങൾ കാണാനും അഡ്വെഞ്ചറിന് വേണ്ടിയും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിലീജിയസ് ടീച്ചേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ദ ബേസിക് റീസൺ ഹാസ് നോട്ട് ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് സ്റ്റിൽ ദ സെയിം. Look at map 1 once more. Hills, mountains, and seas form the natural frontiers of the subcontinent. സോ ഈ മാപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം. നോർത്തേൺ റീജിയനിൽ ഹിമാലയാസ് ഉണ്ട്. സദേൺ ഫുൾ ഗുജറാത്ത് മുതൽ ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ മേലെ വെസ്റ്റ് ബംഗാൾ വരെ ഫുൾ സീ ആണ്. ഓക്കെ, പിന്നെ നടുവിൽ കുറേ റിവേഴ്സും ഉണ്ട്. സോ ഇൻ എവ്രി വേ ഈ എല്ലാ നാച്ചുറൽ ഫ്രോണ്ടിയേഴ്സും നമ്മളെ സബ് കോണ്ടിനെന്റിൽ ഉണ്ട്. While it was difficult to cross these frontiers, those who wanted could and did scale the mountains and cross the seas. So വേണ്ട ആൾക്കാർ മൗണ്ടൻസും ക്ലൈംബ് ചെയ്ത് പോയി, സീസും ക്രോസ് ചെയ്ത് മറ്റേ സ്ഥലത്തേക്ക് പോയി. People from across the frontiers also came into the subcontinent and settled here. ചില ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ്റെ ഈ റീജിയനിലേക്ക് വന്നിട്ട് അവിടെ സെറ്റിൽ ആവുകയും ചെയ്തിരുന്നു. These movements of people enriched our cultural traditions. ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനെ കൊണ്ടാണ് നമ്മളെ കൾച്ചർ ഉണ്ടായി വന്നത്. കൾച്ചർ ഇങ്ങനെ പണ്ട് മുതലേ ഉള്ളതല്ല. കൾച്ചർ കീപ്സ് ഓൺ ചേഞ്ചിങ്. സോ ആൾക്കാർ ഇങ്ങനെ വന്ന് വേറെ സ്ഥലത്തുനിന്ന് വന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോയി, അവിടുന്ന് ഇങ്ങോട്ട് ഐഡിയാസ് കിട്ടി, അങ്ങനെയൊക്കെ പലതും സംഭവിച്ചതിന് ശേഷമാണ് നമ്മളെ ഈ റിച്ച് കൾച്ചർ ഉണ്ടായി വന്നത്. People have shared new ways of carving stone, composing music, and even cooking food over several hundreds of years. സോ ഒരു കൊത്തുപണി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പാട്ടുകളിലും വേറെ സ്ഥലത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഫുഡുകളും പലതും നമ്മളെ സ്വന്തം ഇന്ത്യയിൽ ഉണ്ടായതല്ല, വേറെ വേറെ കൺട്രീസിലുള്ള ഫുഡ് ഐഡിയാസ് ആണ്. സോ ദിസ് വാസ് ജസ്റ്റ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ചാപ്റ്റർ. നമ്മൾ അടുത്ത പാർട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. All the best. Study well.